ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ മോഡൽസിനെ കുറിച്ച് നോക്കി. അപ്പം ലാങ് ചെയിൻ എന്ന് പറയുന്ന പേരിനെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചെയിൻ. അപ്പം നമുക്കൊരു ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് ചെയിൻസിൻ്റെ കൺസെപ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ വീഡിയോയിൽ ഒരു സിമ്പിൾ ബേസിക് എക്സാമ്പിളാണ് ഇത്. ഒരു മോഡലിലും പിന്നെ ഒരു പ്രോംപ്റ്റ് ടെംപ്ലേറ്റും വെച്ചിട്ട് എങ്ങനെ ചെയിനിങ് ചെയ്യാം എന്നുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ 2-3 മോഡൽസിനെ ചെയിൻ ചെയ്തിട്ട് ഒരു മോഡലിൻ്റെ ഔട്ട്പുട്ട് അടുത്ത മോഡലിൻ്റെ ഇൻപുട്ട് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയിൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ എങ്ങനെ ഒരു വർക്ക് ഫ്ലോ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ ആദ്യം ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോഡൊന്ന് നോക്കാം. അപ്പം ലാങ്ചെയിൻ പ്രോംപ്റ്റ്സിൻ്റെ അകത്തുനിന്ന് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഡ് ഡോട്ട് എൻ വി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജെമിനി എ പി ഐക്ക് ഡോട്ട് എൻ വിയിലുണ്ട് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജെമിനി എ പി ഐക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ലാത്തവർ നിങ്ങൾ എ ഐ സ്റ്റുഡിയോ, ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പി ഐക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു എ പി ഐക്ക് ജനറേറ്റ് ചെയ്തിട്ട് ഡോട്ട് എൻ വിയിൽ ഈ സെയിം പേരിൽ സേവ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ലാംഗ്വേജ് സ്കീം ഔട്ട്പുട്ട് പാർസർ നമ്മൾ എടുക്കുന്നുണ്ട്. ഔട്ട്പുട്ട് പാർസർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LLM-ന്ന് വരുന്ന റെസ്പോൺസിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കണ്ടന്റ്സ് എല്ലാം കയറി വരും. നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ റെസ്പോൺസ് ഡോട്ട് കണ്ടന്റ് മാത്രം എടുത്ത പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഔട്ട്പുട്ട് പാർസർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാംഗ്വേജിൻ്റെ അകത്തുനിന്ന് ലാംഗ്വേജ് ഗൂഗിൾ ജെമിനിക്കകത്തുനിന്ന് ചാറ്റ് ഗൂഗിൾ ജനറേറ്റീവ് AI നമ്മുടെ ജെമിനിയുടെ മോഡൽ എടുക്കുന്നുണ്ട്. പിന്നെ വോയിസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മോഡലിനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. 2.5 ഫ്ലാഷ് വെച്ചിട്ട് ജെമിനി APIക്ക് പാസ് ചെയ്തു. പിന്നെ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ചാറ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഫ്രം മെസ്സേജ്. ലാസ്റ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മൾ ഫ്രം ടെംപ്ലേറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫ്രം മെസ്സേജസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫ്രം ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ് ഇതുപോലെ എന്താ പറയുക, ഇതുപോലെ ഒരു സ്ട്രിങ് ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഈ ഫ്രം ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്താൽ മതി. ഇത് അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ചെയിൻ ബേസിക്സിൻ്റെ അകത്ത് വരുമ്പം ഇത് ഒരു ലിസ്റ്റാണ്. പിന്നെ അതിൻ്റെ അകത്ത് കുറേ മെസ്സേജസ് ആണ്. സിസ്റ്റം മെസ്സേജ്, ഹ്യൂമൻ മെസ്സേജ്. അപ്പം ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് മെസ്സേജുകളെ അല്ലെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് പ്രോംപ്റ്റുകളെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രം മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യല്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. യു ആർ എ ഫാക്ട്സ് എക്സ്പെർട്ട് ഹു നോസ് ഫാക്ട്സ് അബൌട്ട് ഒരു പർട്ടിക്കുലർ ആനിമൽ. ഈ ആനിമലിനെ നമ്മൾ ഡൈനാമിക് ആയിട്ട് ഇൻപുട്ട് ചെയ്യും. പിന്നെ ഉള്ളത് ഹ്യൂമൻ മെസ്സേജ് ആണ്. ടെൽ മീ 2 ഫാക്ട്സ് അബൌട്ട് ദാറ്റ് ആനിമൽ. ഓക്കെ, അപ്പം 2 ഫാക്റ്റ് ഉണ്ട്. ടെൽ മീ 2 ഫാക്ട്സ്. ഓക്കെ, അത് ഈ ആനിമലിനെ കുറിച്ചാണ്. ഇത് സെയിം ഇൻപുട്ട് ആയതുകൊണ്ട് ആ ആനിമൽ എന്നുള്ള കോണ്ടെക്സ്റ്റ് എടുത്തോളും. ഓക്കെ, അപ്പോൾ 2 ഫാക്റ്റ് ഇതിനെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. ചെയിൻ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഈ പൈപ്പ് ഓപ്പറേറ്ററാണ് ചെയിൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ ചെയ്യുന്നത്. പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് നമ്മൾ ആദ്യം പാസ് ചെയ്തു. അത് കഴിഞ്ഞ് മോഡലിനെ പാസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ STD ഔട്ട്പുട്ട് പാസർ യൂസ് ചെയ്തിട്ട് നമ്മളെ ഔട്ട്പുട്ട് എടുക്കും. ഓക്കെ, അപ്പം റിസൾട്ട് ഈക്വൽ ടു ചെയിൻ ഡോട്ട് ഇൻവോക്ക് ആനിമൽ. അത് ലൈൻ ആണെന്ന് പാസ് ചെയ്തു. ഫാക്ട് കൗണ്ട് 2 ആണെന്ന് പാസ് ചെയ്തു. ഓക്കെ, അപ്പം ആദ്യം ഈ ചെയിൻ ഇൻവോക്കിന് പ്രോംപ്റ്റ് ടെംപ്ലേറ്റിലോട്ട് പോകും. പ്രോംപ്റ്റ് ടെംപ്ലേറ്റിലോട്ട് പോയിട്ട് ഈ ഇൻപുട്സിനെ ആഡ് ചെയ്യും. ആനിമൽ ലയൺ ആയിട്ടും ഫാക്ട് കൗണ്ട് 2 ആയിട്ടും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഈ മോഡൽ എന്ന് പറയുന്ന മോഡലിന് പാസ് ചെയ്യും. അപ്പം മോഡലിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് കിട്ടി. അപ്പോൾ യു ആർ എ ഫാക്ട് എക്സ്പെർട്ട് ഹു നോസ് അബൌട്ട് ലയൺ, ടെൽ മീ 2 ഫാക്ട്സ്. ഓക്കെ, അപ്പം അതായിരിക്കും മോഡലിന് പോകുന്ന ഇൻപുട്ട്. ആ ഇൻപുട്ട് വെച്ചിട്ട് മോഡൽ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതിനെ നമ്മൾ STD ഔട്ട്പുട്ട് പാസർ വെച്ചിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ പൈപ്പ് ഓപ്പറേറ്റർ ആണ് ഇമ്പോർട്ടൻറ്റ്. ഈ പൈപ്പ് ഓപ്പറേറ്ററും പിന്നെ ജാവാസ്ക്രിപ്റ്റിൽ എനിക്ക് ഡോട്ട് പൈപ്പ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. അതുമാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ VNV ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം ട്യൂട്ടോറിയൽ സ്ലാഷ് ആക്ടിവേറ്റ്. ഓക്കെ, നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി പൈത്തൺ
ചെയിൻ ബേസിക്സ് റൺ ചെയ്യാം. Okay, social structure. Lions are the only big cats that lives in groups called prides. A pride typically consists of several adult females, their offspring, and a few adult males. ഓക്കെ, ഈ രണ്ട് ഫാക്റ്റ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫാക്റ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. ലയണിന് പകരം നമുക്ക് സീബ്ര ആക്കാം. 5 ഫാക്റ്റ് ചോദിച്ചു നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്യാം. അഞ്ച് ഫാക്റ്റ് ആയതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത് തോന്നുന്നു. ഓക്കെ, യൂണിക് സ്ട്രൈപ്സ്, ആഫ്രിക്കൻ നേറ്റീവ്സ്, ഹോസ്റ്റ് റിലേറ്റീവ്, ഹെർബിവോറസ്, സോഷ്യൽ ആനിമൽസ്. ഓക്കെ, അപ്പം ഇതാണ് ചെയിനിങ്ങിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ. അപ്പം നമ്മൾ 1-2 ടാസ്കുകളെ ചെയിൻ ചെയ്തിട്ട് ഒരു യൂണിഫോം വർക്ക് ഫ്ലോ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ അതിനുള്ള ഇൻപുട്ടും ഒറ്റ ഒരെണ്ണമായിട്ട് തന്നെ കൊടുത്തു. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം, അതെടുത്ത് മോഡലിന് കൊടുക്കണം, മോഡലിൻ്റെ അടുത്ത് STD ഔട്ട്പുട്ട് പാസറിന് കൊടുക്കണം. ഈ STD ഔട്ട്പുട്ട് പാസർ യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ റിസൾട്ട് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് നമ്മൾ STD ഔട്ട്പുട്ട് പാസർ യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ STD ഔട്ട്പുട്ട് പാസർ എടുത്ത് കളഞ്ഞപ്പോൾ കണ്ടോ, ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു രീതിയിലാണ് ഈ ഇൻപുട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതിനെ എടുത്ത് ഇതുപോലെ കറക്റ്റ് സ്ട്രക്ചറിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ നമുക്ക് മോഡൽസിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം.